ഹായ് ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കണ്. പിന്നെ എന്താ പറയുക, ഇന്ന് പെരുന്നാളായിട്ട് എനിക്കൊരു ചെറിയൊരു വർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഗ്യാസ്കത് അവിടെ മേലെ തുടക്കുന്നുണ്ട് കേട്ടോ വണ്ടി. അപ്പോഴാണ് ഉമ്മ വിളിച്ചടി ഫുഡ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. ഫുഡ് കഴിക്കാനൊന്നും ഞാൻ നിൽക്കണേ, നേരം വഴുകും, അതുകൊണ്ടാണ് കേട്ടോ നിൽക്കാത്തത്. എന്താ പറയുക, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. 12:30 ആയി ടൈം, ആരും കഴിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ ഇനി ഞാൻ പോയി വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ട് വണ്ടിയിൽ പോകാൻ കേട്ടാ. എല്ലാവരും ഒരു ഈദ് മുബാറക് തന്നെ. എന്താണ് ഈദ് മുബാറക് തന്നെ പോകുമ്പോ രണ്ടാളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതൊക്കെ ഊരി ഇടിപ്പിച്ചിട്ടാ. കാരണം എന്താ വെച്ചാൽ അതിൽ ചെളിയാക്കണ കാരണം വന്നിട്ട് വേണം, പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് പുന്നൂർക്ക് പോവാൻ. അപ്പോൾ അതുകൊണ്ട് ചെളിയാക്കണ്ട വെച്ചിട്ട് ഞാൻ അതൊക്കെ മാറ്റിച്ചിട്ടാ. അപ്പോൾ രണ്ടാൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയുടെ പൊടിയേരിയാണ് കേട്ടോ. നല്ല വികൃതിയാണ് രണ്ടാൾക്കും അങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. കാരണം അത് പെട്ടെന്ന് കിട്ടിയ വർക്കായിരുന്നു, പ്രതീക്ഷിച്ചില്ല. ഇവർ തന്നെ നാളെ വെഡിങ് ഡേ അത് വർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ വീട് വന്നിട്ട്. എത്തലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യലും കടയിലും ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടാ. അപ്പോൾ ഇതാണ്ട നമ്മളെ ബ്രൈഡ് വന്നിട്ട് ഇന്നത്തെ സ്റ്റൈൽ ഇതായിരുന്നു കേട്ടാ. ഫൈനൽ ലുക്ക് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പം ഇനി നാളത്തെ വർക്കും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്നുള്ള ഒരു കിട്ടലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ തന്നെ വന്ന് ചെയ്താൽ മതി. അവർ 20,000 രൂപക്കായിരുന്നു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ 8,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ അഡ്വാൻസൊക്കെ 4,000 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടായിരുന്നു പിന്നെ നമ്മളടുത്ത് ഓക്കെ പറഞ്ഞത്. പിന്നെ ഇതായിരുന്നിട്ട് നിലാനുൻ്റെ ഡ്രസ്സ്, ഇത് വന്നിട്ട് മോമോൻ്റെ ഡ്രസ്സ്. ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. അല്ല വെച്ചെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരുന്നു. നേരെ അവിടെ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കുന്നോളൊന്ന് പോയി. അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വരുമ്പോഴത്തേനും ലേറ്റായിട്ടാണ്. ഞാൻ നേരെ വൈകി ഇരുട്ടായിക്കണം വീട്ടിലേക്ക് പോകുമ്പോൾ. നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് നേരെ റിട്ടടിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നാളത്തെ വീഡിയോ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിട്ടാ.